വെൽക്കം ടു സോണേസ് കിച്ചൺ. ഇന്ന് ഞാൻ ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയ ചിക്കനാണിത്. അപ്പോൾ ചില്ലി ചിക്കന് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അത് ബോൺലെസ് ചിക്കൻ ആയിരിക്കും കിട്ടാറ്. ഇത് ഞാനിപ്പോൾ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമില്ലാതെ എടുത്താണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു മുട്ട വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 സ്പൂൺ സോയാ സോസ്, 1/2 സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തന്നെ 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കോൺഫ്ലോർ പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ, കാരണം ഈ മുളക് പൊടിയിൽ ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു യെല്ലോ കളർ തോന്നുന്നുണ്ടാകും. അത് ഞാൻ സാധാരണ ചിക്കൻ മേടിച്ച് വെക്കുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞളും പുരട്ടിയാണ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാറ്. ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാം. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് 2 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് പച്ചമുളക്, ഇപ്പോൾ ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ 4 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ തണ്ട് ഉള്ളിത്തണ്ട്. അതിൻ്റെ ഇല ഞാൻ എടുത്തിട്ടില്ല, ആ തണ്ട് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. സവാള 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കൻ ആകുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കത്തില്ല. സാധാരണ നമ്മളിത് കറിയിട്ട് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്താണ് സവാള നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് എടുക്കാറ്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കവും കൂടി അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കവും ആ ഉള്ളി അരിഞ്ഞതിൻ്റെ അതേ രൂപത്തിലാണ് ക്യാപ്സിക്കവും അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കന് അതിന് പാകമായിട്ടുള്ള ഉപ്പാണ്. അപ്പം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഹാഫ് കുക്കായി വന്നാൽ മതി. ഈ സവാളയൊക്കെ ഒരു 5 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ്, 2 സ്പൂൺ ചില്ലി സോസ്, ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കൂടി കലക്കിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലോർ കൂടി കലക്കി ചേർക്കാം. കോൺഫ്ലോർ ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം കലക്കി ചേർക്കാനായിട്ട്. സാധാരണ വെള്ളത്തിലാണ് അത് കലക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഇച്ചിരി ഒരല്പം കളറ് കുറവായിട്ട് തോന്നും. പക്ഷെ അത് വേറെ ഒരു ഫുഡ് കളറും ചേർക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.